രാക്ഷസൻ മായാവി എന്നു പറഞ്ഞതും. മന്ത്രം ഫലിച്ചു. ഞാൻ രാജുവിന്റെയും രാധയുടെയും മുന്നിലെത്തി. പിന്നെ മായാവി. രണ്ടു മായാവിയോ? ഓടിക്കോ, ഇനി രക്ഷയില്ല. നന്ദി മോഗ്ലി. മായാവി, ഇനി എൻ്റെ വേഷം അയച്ചു മാറ്റാമല്ലോ. ഈ കൊമ്പുകൾ രണ്ടും വലിയ മുള്ളുകളാ. തലയിലെ കെട്ട് വെറും ഒരു കാട്ടുവള്ളിയും. ഈ വടി എങ്ങനെ ഒപ്പിച്ചു? മുള്ളു നിറഞ്ഞ ഒരു തരം പഴം കമ്പിൽ കുത്തി നിർത്തി എന്നു മാത്രം. കൊള്ളാം. വൈകാതെ പോയി വരാം കൂട്ടുകാരെ. വീണ്ടും കാണാം മോഗ്ലി. ഹാവു, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. ഇല്ല, രാത്രിയായില്ലേ, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നു വെച്ചാൽ? കുപ്പിയിലിരുന്നു ഞാൻ. കേട്ടതെല്ലാം ശരിയാണെങ്കിൽ വലിയൊരു അപകടം എത്തിക്കഴിഞ്ഞു. ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഞാനൊഴികെ ഒരൊറ്റ ആളെ അപകടത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. ആരാണത്? തുമ്പൻ. വിക്രമനും മുത്തുവും ആയുധങ്ങളുമായി കോട്ടയ്ക്കരികിലേക്ക്. നമ്മൾ കരുതിയതിലും വൈകി. രാത്രിയാവും മുമ്പേ വരാമായിരുന്നു. വിക്രമ, ദേ വേറൊരു പെട്ടി. ഇന്നൊരു പെട്ടി ദിവസമാണല്ലോ. ഈ പെട്ടി വെട്ടി പൊളിക്കേണ്ട, പാതി തുറന്നാ കിടക്കുന്നത്. എന്നാൽ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നത്, യു ആർ അണ്ടർ അറസ്റ്റ്. ചോദിച്ചോ ജമ്പൻ? പെട്ടി കണ്ടാൽ നിങ്ങൾ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പറ, എവിടെ മറ്റേ പെട്ടി? പറയാം. വിക്രമൻ എല്ലാ കാര്യങ്ങളും ജമ്പനോട് പറഞ്ഞു. ഓഹോ, എങ്കിൽ ചലോ. പഴയ കോട്ടയ്ക്കകത്ത്. എന്തൊരു ഇരുട്ട്. ഡോൺ വെറി, ഒരു ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ എപ്പോഴും ടോർച്ചുണ്ടാവും. ജമ്പൻ സാറേ, ദാ ആ മൂലയ്ക്കാ പെട്ടി. ജമ്പൻ ടോർച്ച് തെളിച്ചു. ആ കാഴ്ച കണ്ട് ജമ്പന്റെ കണ്ണുകളും ടോർച്ച് പോലെ മിന്നിപ്പോയി. തുറന്നു കിടക്കുന്ന പെട്ടി. മൈ ഗോഡ്, നിധി ആരോ അടിച്ചു മാറ്റി. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടു. ആരോ ഓടിപ്പോകുന്നു. ക്യാച്ച് ഹിം. ജമ്പൻ പുറത്തേക്ക് കുതിച്ചു. അതാ ഓടിപ്പോകുന്നു. വെളുവെളുത്ത നിറമുള്ള പടുകൂറ്റൻ ചെന്നായ. അതോടൊപ്പം നൂറുകണക്കിന് ചെന്നായകളുടെ ഓരിയിടൽ അലയടിച്ചു. കുറച്ചകലെ. അവൻ പുറത്തിറങ്ങി. ഈ മൊട്ടത്തലയൻ ബോസ് എവിടെ ചെന്ന് കിടക്കുന്നോ ആവോ. മിക്കവാറും അങ്ങേരുടെ കാര്യം കട്ട പോഹയാവും. ഇതാണ് മണ്ടന്മാരെ പിടിച്ച് ബോസാക്കിയാലുള്ള കുഴപ്പം. അപ്പോഴതാ ജമ്പൻ ടോർച്ച് പിടിച്ച് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമ പോലെ നിൽക്കുന്നു. ഓ, ഇവിടെയുണ്ടോ? ഇപ്പോഴും ജീവനുണ്ടല്ലോ അല്ലേ? ഫൂൾ, കൊള്ളക്കാരെ പിടിക്കാൻ പോയിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഡിറ്റക്റ്റീവുമാരെ പിരിച്ചുവിടണം. താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം. കൊള്ളക്കാരെ ഞാൻ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്, അറിയാമോ? അകത്തു കിടക്കുന്നവരുടെ കാര്യം പോട്ടെ, ഒരുത്തൻ പുറത്തു പോയത് അറിഞ്ഞില്ലായിരിക്കും. പുറത്തു പോയെന്നോ? ആ ചെന്നായ ആയിരിക്കും. അവൻ ഈ കേസിൽ പങ്കില്ല. ദൈവമേ, ഈ ഒഴിഞ്ഞ തല നീ തന്നെ കാത്തോളനേ. അസിസ്റ്റന്റ് അതിൽ കിടക്കുന്നു. എങ്കിൽ പറയാം, ആ ചെന്നായയാണ് ഈ കേസിലെ മുഖ്യപ്രതി. എങ്ങനെ? പറയാം. ഇടയ്ക്കു കയറി ചോദ്യം ചോദിക്കുകയോ പേടിച്ചു ബോധം കെടുകയോ ചെയ്യരുത്. മറ്റൊരിടത്ത്. ഇപ്പം ഡാഗിനി പറഞ്ഞതു നേരായി. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. കഷ്ടകാലത്തിന് ആ മാന്ത്രിക കടലാസ് എവിടെയോ വീണുപോയി. ആരോ വരുന്നുണ്ടല്ലോ. ഹമ്പടാ, അതവനാ, ആ പേടിത്തൊണ്ടൻ കടുവ. നാശം, ഇവനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഓടിച്ചു വിടടാ ലുട്ടാപ്പി അവനെ. ബോധം കെട്ടാൽ കഥ കഴിയുമെന്ന് അറിഞ്ഞിട്ടോ എന്തോ ഇത്തവണ ശരി ബോധം കിട്ടില്ല. എന്റെ അമ്മോ, പിന്നെയും പ്രേതം. ശല്യം പോയി കിട്ടി. ആരാ അത്?
ഏത്? കുട്ടൂസൻ തിരിഞ്ഞു നോക്കി. ഒടേ തമ്പുരാനെ. രാക്ഷസ ചെന്നായ. മന്ത്രം ചൊല്ലി അതിനെ മയക്ക് കുട്ടൂസ. ബിം ബും ബോ. രക്ഷയില്ല ഡാഗിനി, മന്ത്രം ഏൽക്കുന്നില്ല. അതിന്റെ രൂപം മാറുന്നുണ്ടോ എന്നൊരു സംശയം. ചെന്നായയുടെ രൂപം പതുക്കെ പതുക്കെ മറഞ്ഞു. പകരം മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ആരാ? മനസ്സിലായില്ല. അതേസമയം മറ്റൊരിടത്ത്, ഈ പ്രദേശം മുഴുവൻ കെണികളായി. ഇനി ആ കരിനാക്കനൊന്ന് ഇതിലെ പറന്നാൽ മാത്രം മതി. ഷോ, അവൻ എവിടെ പോയോ ആവോ? കരിനാക്ക, ചാവാൻ തയ്യാറായിക്കോ. അതേസമയം പിന്നെ ഈ ജില്ല കടത്തിയിട്ട് ഈ ലുട്ടാപ്പി അടങ്ങൂ. ഓട്ടത്തിനിടയിൽ ലുട്ടാപ്പി പരിചയമുള്ള ഒരു സ്വരം കേട്ടു. അതവരല്ലേ? തുമ്പൻ പറഞ്ഞ വാർത്ത കേട്ട് ഇടിവെട്ടാത്ത പോലെ നിൽക്കുകയായിരുന്നു ജമ്പൻ. അപ്പോൾ വിക്രമൻ കൊണ്ടുവന്നത് ശവപ്പെട്ടിയായിരുന്നോ? അതെ, പെട്ടിക്കകത്തു നിന്ന് എണീറ്റ് ഓടിയത് ശവവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ഡ്രാക്കുളയായിരുന്നു. ഡ്രാക്കുള. തലയ്ക്കകത്തൊരു ബൾബ് ഫ്യൂസായതുപോലെ തോന്നി ജമ്പന്. എനിക്ക് തലയ്ക്കകത്തൊരു പെരുപെരിപ്പ്. നോ, ബോധം കെടാനുള്ള നേരമല്ല ഇത്. ഉള്ള നേരത്ത് സ്ഥലം വിടാം, അതാ ബുദ്ധി. ജമ്പൻ്റെ കർത്തവ്യബോധം പൊടുന്നനെ ഉണർന്നു. പാടില്ല, ഒരു ഡിറ്റക്റ്റീവ് പേടിത്തൊണ്ടനെ പോലെ ഒളിച്ചോടാൻ പാടില്ല. എങ്കിൽ ഒരു മരമണ്ടനെ പോലെ പ്രേതം പിടിച്ച് ചാവാം. ഐഡിയ. ഡ്രാക്കുള പെട്ടി കൊണ്ടുവരാൻ വിക്രമൻ ഉപയോഗിച്ച ടൈം മെഷീൻ അവന്മാരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപയോഗിച്ച് ഡ്രാക്കുളയെ തിരിച്ചു കൊണ്ടുപോകണം. ജമ്പൻ കോട്ടയ്ക്കകത്തു പോയി യന്ത്രവുമായി മടങ്ങി വന്നു. കിട്ടി, ഇത് നമ്മൾ കസ്റ്റഡിയിൽ വെക്കണം. അടുത്ത നിമിഷം ഒരു നിലവിളി മുഴങ്ങി. അയ്യോ, അതാ ഓടി വരുന്നു കുട്ടൂസൻ. രക്ഷിക്കണേ, ഡാഗ്നിയെ ഡ്രാക്കുള പിടിച്ചേ. ആനയുടെ വലിപ്പമുള്ള ചെന്നായ, അത് ഡ്രാക്കുളയാ. അറിയാം. എന്താ അവിടെ ഒരു ശബ്ദം? അത് ലുട്ടാപ്പി ബോധം കെട്ട് വീണതാ. പുള്ളി എവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഡോണ്ട് വെറി ഓൾഡ് മാൻ, ഡ്രാക്കുളയെ ഈ ജമ്പൻ തിരിച്ചയക്കും. എങ്ങനെ? ദാ ഈ യന്ത്രം ഉപയോഗിച്ച്. ജമ്പൻ പറഞ്ഞു തീർന്നതും കയ്യിലുള്ള യന്ത്രം പൊട്ടിച്ചിതറി. ഒപ്പം പുറകിൽ നിന്നൊരു പൊട്ടിച്ചിരി ഉയർന്നു. ഡ്രാക്കുളയും ഒരു പറ്റം ചെന്നായക്കളും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നല്ല നേരത്തെ സ്ഥലം വിടാമെന്ന്. ഇനിയിപ്പം അനുഭവിച്ചോ. ജമ്പൻ തോക്ക് ചൂണ്ടി അലറി വിളിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. മണ്ടത്തരം പറയരുത്. പ്രേതത്തെ പൂട്ടിയിടുന്ന ജയില് നമ്മുടെ നാട്ടിലില്ല. ഡ്രാക്കുള ചെന്നായക്കളോട് കൽപ്പിച്ചു. ചെല്ലു, ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അലറി അടുക്കുന്ന ചെന്നായപ്പട. ബോസ്, ഈ അപ്പൂപ്പന് പേടിച്ച് വട്ടായെന്നൊരു സംശയം. തോക്ക് പൊട്ടുന്നില്ല, ഓടിക്കോ. നീ രക്ഷപ്പെട്ടാൽ നാട്ടിൽ എനിക്കൊരു സ്മാരകം പണിയണം. പറ്റുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം. അത്ഭുതം സംഭവിച്ചു. നമ്മളെ കടിക്കാൻ വന്ന കശ്മലന്മാർ അതാ പൊങ്ങിപ്പോകുന്നു. വെളുത്ത ചെന്നായ്ക്കൾ മേഘങ്ങൾ പോലെ ആകാശത്ത് പറന്നു നടക്കുന്നു. ഡ്രാക്കുളയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആരാണത് ചെയ്തത്? ഞാൻ. മായാവി, മായാവി. അടുത്ത നിമിഷം ഡ്രാക്കുള ചെന്നായയുടെ രൂപമെടുത്ത് എങ്ങോട്ടോ ഓടി മറഞ്ഞു. നേരം വെളുക്കാറായി.
ഡ്രാക്കുള ഉടൻ തിരിച്ചു വരും. പകൽ സമയം അവന് പെട്ടിയിൽ കിടന്നേ പറ്റൂ. പെട്ടിയിൽ കയറിയാൽ എളുപ്പമല്ലേ? മരക്കുറ്റി അടിച്ച് കയറ്റി നശിപ്പിക്കാമല്ലോ. ഇല്ല, നടപ്പില്ല. ഡ്രാക്കുള അങ്ങനെ ഇല്ലാതാവുന്ന വിദ്യ അറിയുന്നവർ നമുക്കിടയിലില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വിദ്യ പറയാം. പണ്ടെങ്ങോ വായിച്ച ഓർമ്മയുണ്ട്. സൂര്യൻ ഉദിക്കും മുൻപ് പെട്ടിയിലേക്കു ഡ്രാക്കുള തിരിച്ചു വരും. അപ്പോൾ പെട്ടിയിൽ മറ്റാരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവൻ്റെ ശക്തി കുറയും. അന്നേരം ഡ്രാക്കുളയ്ക്ക് രൂപം മാറേണ്ടി വരും. രൂപം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റു. ഡ്രാക്കുളയുടെ പെട്ടിയിൽ കിടക്കാൻ ഞാൻ തയ്യാർ. ഡ്രാക്കുള അതാ തിരിച്ചു വന്നു. അയ്യോ, അവൻ കോട്ടയിൽ കയറി കഴിഞ്ഞു. ഹോ, നമ്മൾ വൈകി. അവൻ കോട്ടയ്ക്കകത്തെത്തി. തുമ്പ, വേഗം. ഇല്ല, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഡ്രാക്കുള പെട്ടി തുറന്നു കഴിഞ്ഞു. എന്നാൽ പെട്ടി തുറന്നതും ഡ്രാക്കുളയുടെ മുഖം വികൃതമായി. അടുത്ത നിമിഷം ഡ്രാക്കുള ഒരു കടവാവാലായി രൂപം മാറി. എന്നിട്ട് പുറത്തേക്ക് പറന്നു. അപ്പോൾ ആരോ പെട്ടിയിലുണ്ട്. ആരായിരിക്കും? അവർ വേഗം പെട്ടിക്കടുത്തെത്തി. ഹോ, വാട്ട് എ സർപ്രൈസ്! നടന്നതൊന്നും അറിയാതെ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന ഷേരു. കൂട്ടുകാരെ, എനിക്കല്പം ജോലി ബാക്കിയുണ്ട്. പുറത്ത് അവസാനം അതാ വരുന്നു കരിനാക്കൻ. സൂത്രന്റെ സൂപ്പർ കെണി. അയ്യോ, സോറി, ആള് മാറി. ഇതാരാ? സൂത്രൻ എന്റെ ജോലി എളുപ്പമാക്കി. അത് രൂപം മാറിയ ഡ്രാക്കുളയായിരുന്നു. മായാവി പറന്നിറങ്ങി. എന്നിട്ട് മാന്ത്രിക വടി കൊണ്ട് ഡ്രാക്കുളയെ തൊട്ടു. പെട്ടെന്ന് ഡ്രാക്കുള പൊടിയായി മണ്ണിനോട് ചേർന്നു. അടുത്ത നിമിഷം നൂറുകണക്കിന് എലികൾ കോട്ടയിൽ നിന്ന് ഇറങ്ങിയോടി എവിടെയോ മറഞ്ഞു. വൈകാതെ അങ്ങനെ എല്ലാം അവസാനിച്ചു. മായാവി അറിഞ്ഞോ? കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും പനി പിടിച്ചു കിടപ്പായി. ഹലോ, ചെന്നിനായക 2 കൊള്ളക്കാരെ ഞാൻ പിടിച്ച് കോട്ടയ്ക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. ഹറസ് ദം. പ്രധാനമന്ത്രി വിളിച്ചു. ഡൽഹിയിലോട്ടൊന്ന് ചെല്ലാമോ എന്ന്. ഇപ്പോൾ മായാവി, നമുക്ക് പിരിയാൻ നേരമായി. 1 മിനിറ്റ്. കെണി ഞാൻ കണ്ടു. തകർപ്പൻ. പോലീസിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഇനിയും കാണാം. ഷോ, മറന്നു. ഡ്രാക്കുളയും ഞാനും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു പത്രത്തിൽ കൊടുക്കാൻ. സൂത്ര, ഒരു സംശയം. ഇവന്മാരൊക്കെ ആരാ? ആർക്കറിയാം? അല്ല, അമ്മേ കരിനാക്കൻ. എന്താ ഒരു ബഹളം കേട്ടത്? കോട്ട ഇടിഞ്ഞു വീണോ? ദുഷ്ടൻ നാക്കു വളച്ചു. ദാ ഇടിഞ്ഞു പോയിരുന്നു കോട്ട, ഓടിക്കോ!